പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ചില സമയങ്ങൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഒറ്റപ്പെട്ടു പോയതായി തോന്നും. ദൈവം നമ്മെ വിട്ട് കളഞ്ഞുവെന്ന് പോലും തോന്നാം. നമ്മളൊക്കെ ഒരിക്കലെങ്കിലും എത്ര കാലം കർത്താവ് എന്ന് ചോദിച്ചിട്ടുണ്ടാകാം. മറുപടി വൈകുമ്പോൾ ദൈവം നമ്മെ മറന്നുപോയെന്ന് തോന്നാം. എന്നാൽ കർത്താവ് നമുക്ക് ഉറപ്പ് നൽകുന്നു, അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും മഹാകരുണയോടെ നമ്മെ ചേർത്തുകൊള്ളുമെന്ന്. അതേ പ്രിയരെ, ഉറച്ച വിശ്വാസം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കഷ്ടകാലത്ത് ദൈവം മറന്നു കളയുകയില്ല. അല്പം പ്രതിസന്ധി നേരിട്ടാലും അവിടെയൊക്കെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. തീയുടെ ശോധനകളിലൂടെ കടന്നുപോയ ശദ്രക്, മേശക്, അബേദ്നെഗോ ദൈവം അവരെ ഒരിക്കലും നശിപ്പിച്ചു കളഞ്ഞില്ല. തീക്കകത്തേക്ക് ഇറങ്ങി വന്ന് കർത്താവ് അവരെ വിടുവിപ്പാനിടയായി തീർന്നു. അതേ സമതുല്യമായ ശോധന വേളകളിലൊക്കെ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും. അല്പം താമസമെന്ന് വിചാരിക്കുമ്പോൾ, അതേ അല്പം വൈകിയെന്ന് നമുക്ക് തോന്നുമ്പോൾ അവിടെയൊക്കെ കർത്താവിൻ്റെ സമയം അടുത്തിട്ടേ ഉള്ളൂ. ദൈവം നമുക്ക് വേണ്ടി സമയാസമയങ്ങളിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും നമ്മെ തകർക്കാനല്ല ഈ ശോധനകൾ, വേദനകൾ നമ്മെ പണിതെടുത്ത് നല്ലൊരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനാണ്. ആയതിനാൽ പ്രിയരെ, എബ്രായ ലേഖനം 13 അധ്യായത്തിന്റെ 5 വാക്യം പറയുന്നു, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയിൽ ഉപേക്ഷിക്കയില്ല എന്ന്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ എത്രയെത്ര ശോധനകളിലൂടെ, ജയിലറകൾ അടയ്ക്കപ്പെട്ട് ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങിയ അനുഭവങ്ങളിലൂടെ ഒക്കെ താൻ കടന്നുപോയി. പക്ഷേ അവിടെയൊക്കെ ദൈവത്തിൽ നിന്നുള്ള വിശ്വാസത്തിൽ മുറുകെ പറ്റി നിന്നവന് വേണ്ടി എൻ്റെ വിശ്വാസം ഞാൻ കാത്തു എന്നാണ് പൗലോസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്ന ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുവെങ്കിൽ നിശ്ചയമായി ദൈവം നമുക്ക് വേണ്ടി വലിയ ചെയ്യും. കർത്താവിൽ ആശ്രയിക്കാം. കർത്താവ് നമ്മെ ഒരു നാൾ കൈവിടുകയില്ല. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.